എവിടുന്നൊക്കെ നമുക്ക് ബസ്സും പിടിച്ച് പണി വരുമോ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ ഇന്ന് രാവിലെ അരി കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ കൈ ഒന്ന് സ്ലിപ്പായിട്ട് ഫുൾ ബേസിനിലേക്ക് പോയിട്ട്, എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ അരി, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് പൊന്നിയരി ആയിരുന്നു കേട്ടോ, എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തതായിരുന്നു കേട്ടോ ചോറ്. അപ്പോൾ നീ ദാൽ കറിയാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ദാൽ കറിക്ക് വേണ്ടി വെച്ചാൽ നമ്മൾ പരിപ്പൊക്കെ കുക്കറിൽ വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു. അത് വെന്തതിന് ശേഷം ഞാനവിടെ മാറ്റി വെച്ചു. ഇനി ഇതാ ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പയറ് കുത്തിക്കാച്ചിയത് എന്നൊക്കെ പറയില്ലേ, നമ്മൾ തൃശ്ശൂർകാരുടെ ഒരു വിഭവമാണ് തോന്നുന്നു കേട്ടോ. ഞാനത് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഊണ് കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡാൻസ് കളിക്കാമെന്ന് ഓർത്തു. കുറേ നേരമായി അടുക്കളയിൽ നിന്ന് പണിയെടുക്കണു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഡാൻസ് കളിച്ചതിന് ശേഷം ഞാൻ പിന്നെയും വന്നു കേട്ടോ. എന്നിട്ടത് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ, അതുപോലെ തന്നെ വറ്റൽമുളക്, കടുക് ഇട്ടിട്ടില്ല, വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ പയറില്ലേ, മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കണ നമ്മൾ അച്ചിങ്ങ, ആ പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണില്ല, മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്തിട്ടില്ല. ഇത്തിരി ഉപ്പ് ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ദാൽ കറിക്കുള്ള നമ്മളുടെ പരിപ്പും തക്കാളിയും അതുപോലെ തന്നെ സവോളയും ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് വേവിച്ചതാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻ കറി കുർത്തയാണ് കേട്ടോ ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. റൈറ്റ് സൈഡിൽ ലിങ്ക് കൊടുക്കുക. ഓഫർ പ്രൈസിൽ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ്.